വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി എന്ന് പറയുന്ന തേർഡ് മൊഡ്യൂള്, അതിൽ റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് റിസ്ക് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗം, അതിൽ നമ്മൾ ട്രഡീഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ രണ്ട് മെത്തേഡ്, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്, അതുപോലെ തന്നെ സെർട്ടനിറ്റി ഈക്വൽ മെത്തേഡ്, ഇവ രണ്ടും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡേൺ ഓർ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് മെത്തേഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സെൻസിറ്റിവിറ്റി അനാലിസിസ്, പ്രോബിബിലിറ്റി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ട്രഡീഷണൽ മെത്തേഡും മോഡേൺ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തിരുന്നത് എന്താണ്? അവിടെ നമ്മൾ ചെയ്തത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ നടത്തി, എന്നിട്ട് നമ്മൾ എന്താണ് ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യാണ്, അല്ലേ? അപ്പോൾ നമ്മൾ റിസ്ക് പ്രീമിയം, ആ പ്രീമിയത്തിനനുസരിച്ച് നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിയാണ്ട് നമ്മളെന്താണ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, ഡിസ്കൗണ്ട് ഫാക്ടർ കൂട്ടിക്കൊണ്ട് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ചെയ്തത് എന്താണ്? ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തത് സം അപ്രോപ്രിയേറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആർ മെയ്ഡ് ടു ദി എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ, അല്ലേ? പക്ഷേ അപ്പോൾ അത് എത്രമാത്രം അതിന് കൃത്യത ഉണ്ട്, ആക്യുറസി ഉണ്ട്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ മോഡേൺ മെത്തേഡ് ഈ ഭാഗം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്കൽ ഓർ സ്റ്റാറ്റിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ മാത്തമാറ്റിക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റാറ്റിറ്റിക്സ് പ്രിൻസിപ്പിളിനൊക്കെ ബേസ് ചെയ്തിട്ട് പോകുമ്പോൾ അതിനൊന്നും കൂടി എന്തുണ്ടായിരിക്കും? ആക്യുറസി ഉണ്ടായിരിക്കും. അതാണ് ഈ ഒരു മോഡേൺ മെത്തേഡിൻ്റെ പ്രത്യേകത. സോ എന്തുകൊണ്ട് മോഡേൺ മെത്തേഡ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റിയ എന്താണ്? ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ടു ഓവർകം ദി ലിമിറ്റേഷൻ ഓഫ് ട്രഡീഷണൽ. നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് എന്ത്? മോഡേൺ മെത്തേഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നമ്മൾ ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് സെൻസിറ്റിവിറ്റി ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് സെൻസിറ്റിവിറ്റി അനാലിസിസ്? എന്താണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്? നമ്മളെ സുഹൃത്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പം പറയാറുണ്ട്, അല്ലേ? അവൻ വളരെ സെൻസിറ്റീവാണ്, അല്ലെങ്കിൽ അവൾ വളരെ സെൻസിറ്റീവാണെന്നൊക്കെ അറിയും. എന്താ സെൻസിറ്റീവ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? നേർക്ക് അതിൻ്റെ ഒരു മലയാളം അർത്ഥം എന്നൊക്കെ പറയുന്നത് ലോല ഹൃദയ, അല്ലേ? അല്ലെങ്കിൽ ലോല ഹൃദയമായിട്ടുള്ള വ്യക്തി എന്നൊക്കെയാണ്. അത് ചെറിയൊരു കാര്യം മതി അവർക്ക്, പെട്ടെന്ന് അവരെന്ത് ഇമോഷണലാവും. അപ്പം ചെറിയൊരു ഫാക്ടർ കൊണ്ട് വളരെ വലിയ മേജറായിട്ടുള്ള അവരിലെന്താണ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതിനാണ്, അതാണ് സെൻസിറ്റിവിറ്റി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? സോ ആ ഒരു അർത്ഥം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കിന് ഈ പേര് കൊടുക്കുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിനെക്കുറിച്ച്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വാട്ട് ഈഫ് അനാലിസിസ്. ആ പേരൊന്ന് പഠിച്ചാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ ക്യാഷ് ഫ്ലോസിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പല കാരണങ്ങളുണ്ടാവും. അത് ഒന്നുകിൽ കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ലൈഫ് ആവാം, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആവാം. ഓക്കെ, അപ്പോൾ ഈ കാരണത്താലൊക്കെ പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിയിൽ മാറ്റം വന്നേക്കാം. അപ്പോൾ ഈ വ്യതിയാനം അളക്കാനുള്ള ഒരു ടെക്നിക്കാണ് യഥാർത്ഥത്തിൽ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ടെൽസ് അബൌട്ട് ദി സെൻസിറ്റിവിറ്റി ഓഫ് എ പ്രൊജക്റ്റ് ടു ചേഞ്ച് ഇൻ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ നിർവചിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വിശാലമായിട്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദിസ് ഈസ് എ ടെക്നിക് ഓഫ് മെഷറിംഗ് ദി ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊജക്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ സംഭവം, അല്ലേ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എ പ്രൊജക്റ്റ് ക്യാഷ് ഇൻഫ്ലോസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? സച്ച് ആസ് കോസ്റ്റ്, പ്രൈസ്, പ്രൊജക്റ്റ് ലൈഫ്, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എക്സെട്ര. അങ്ങനെ രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെന്താണ് നിർവചിക്കാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഒരു ചെറിയ എന്താണ് ഒരു സ്മോൾ ചേഞ്ച്, ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിന് ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, പ്രോഫിറ്റബിലിറ്റി വളരെ വലിയ മാറ്റം സൃഷ്ടിക്കുകയാണ്. ഇഫ് എ സ്മോൾ ചേഞ്ച് ഇൻ വൺ ഫാക്ടർ, ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ റിസൾട്ട് ഇൻ എ മേജർ ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റബിലിറ്റി, ആ പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി വളരെ വലിയ മാറ്റം ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ പ്രൊജക്റ്റ് എന്താണ്, ആ ഫാക്ടറിനോട് വളരെ സെൻസിറ്റീവാണ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, അതിൽ ചെറിയൊരു മാറ്റം വന്നപ്പോൾ എന്ത് ചെയ്തു, പ്രോഫിറ്റബിലിറ്റിയിൽ വളരെ വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പോസൽ, ഓക്കെ, ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു പർട്ടിക്കുലർ ഫാക്ടറിനോട്, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഫാക്ടറിനോട് വളരെ അധികം സെൻസിറ്റീവാണ് എന്ന് പറയാം. ഓക്കെ, സാധാരണഗതി അതായത് വളരെ വലിയ വേരിയേഷൻസ് ആണ് ഉണ്ടാകുന്നതെന്ന് അർത്ഥം. ചെറിയൊരു ഫാക്ടർ കൊണ്ട് എന്താണ് ചേഞ്ച് വരുമ്പോൾ വളരെ വലിയൊരു വേരിയേഷൻസ് എവിടെ ഉണ്ടാകുന്നു, പ്രോഫിറ്റബിലിറ്റിയിൽ ഉണ്ടാകുന്നു എന്നർത്ഥം. സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയുക, ലെസ് സെൻസിറ്റീവ്, അതാണ് ഏറ്റവും എന്താണ് ബെറ്റർ ദാൻ മോർ സെൻസിറ്റീവ്. മോർ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ വലിയ വേരിയേഷനാണ് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താണ്, ചെറിയ വേരിയേഷനാണ്. സോ ലെസ് സെൻസിറ്റീവ് ഈസ് ബെറ്റർ ദാൻ മോർ സെൻസിറ്റീവ്. ഓക്കെ, ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു സെൻസിറ്റിവിറ്റി അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 3 സിറ്റുവേഷൻസ്, ഈ 3 സിറ്റുവേഷൻസ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ പ്രധാനമായിട്ടും 3 സിറ്റുവേഷൻസിലാണ് ഇതിൽ കാണുന്നത്. അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പെസിമിസ്റ്റിക്. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓപ്റ്റിമിസ്റ്റിക് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുഭാപ്തി വിശ്വാസം എന്നാണ് ഓപ്റ്റിമിസ്റ്റിക്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നേർക്ക് എന്താണ് പെസിമിസ്റ്റിക്. അപ്പോൾ എന്താ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ മലയാളം വരിക, അശുഭാപ്തി വിശ്വാസം എന്ന് പറയുമോ, എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു ഓപ്പോസിറ്റ്, ഓക്കെ, തൽക്കാലം നമുക്ക് അങ്ങനെ പറയാം, അശുഭാപ്തി വിശ്വാസം. ഓക്കെ, പെസിമിസ്റ്റിക് ഇത് ഉദ്ദേശിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ദീസ് ക്യാഷ് ഇൻഫ്ലോസ് ആർ എസ്റ്റിമേറ്റഡ് അണ്ടർ നെഗറ്റീവ് കണ്ടീഷൻസ് ഓഫ് ഫ്യൂച്ചർ. നമുക്ക് നമ്മുടെ എല്ലാ സാഹചര്യവും നമുക്ക് എന്താണ് നെഗറ്റീവാണ് ഇരിക്കുക, കണ്ടീഷൻസൊക്കെ നെഗറ്റീവാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഉള്ള ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണെന്നുള്ള, ഓക്കെ, അതാണ് പെസിമിസ്റ്റിക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. മറ്റൊന്ന്, ഇനി അതല്ല നോർമൽ സർക്കംസ്റ്റാൻസിലാണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിലാണെങ്കിൽ നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് എന്താണ്. അതുപോലെ ഫൈനലി ഓപ്റ്റിമിസ്റ്റിക്, അതായത് പോസിറ്റീവ് കണ്ടീഷനാണെങ്കിൽ എന്താണ് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ്. അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ എത്ര ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകുന്നു എന്നുള്ളത്, അതാണ് ഈ 3 സിറ്റുവേഷൻസ്. ആ ഒരു 3 സിറ്റുവേഷനിലുള്ള ക്യാഷ് ഇൻഫ്ലോസിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, സെൻസിറ്റിവിറ്റി അനാലിസിസ് പഠിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് തിരിച്ചറിയും ഇത് സെൻസിറ്റിവിറ്റി അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. കാരണം എന്താണ്, അതിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. എ ലിമിറ്റഡ് കമ്പനി wants to evaluate 2 mutually exclusive project X and Y. അവിടെ തന്നിട്ടുണ്ട് 2 പ്രൊജക്റ്റ്. ഓക്കെ, ഈച്ച് പ്രൊജക്റ്റ് റിക്വയർസ് എ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ₹20,000. ഓരോന്നും എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000. ദി ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ഈച്ച് ഓഫ് ദി പ്രോജക്റ്റ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് ₹5,000 ഇൻ ദി നെക്സ്റ്റ് 10 years. അടുത്ത 10 വർഷത്തേക്ക് ഓരോ പ്രൊജക്റ്റിൽ നിന്നും അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എത്രയാണ്, ₹5,000 വീതമാണ്. ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് 10%. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 10% എന്ന് പറയുന്ന സംഭവം നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടറായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ദി മാനേജ്മെൻറ്റ് ഹാസ് ഡൺ ദി ഫോളോയിങ് ഓപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഓപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, പെസിമിസ്റ്റിക് എസ്റ്റിമേറ്റ്സ് ഓഫ് ദി ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഓഫ് ദി പ്രൊജക്റ്റ്. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം ഇത് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 3 സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, പ്രൊജക്റ്റ് എക്സ്
അതുപോലെ വൈ അല്ലേ. അപ്പോൾ അതിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2020 അത് ഈ പറഞ്ഞ സാധനമാണ്. ഓക്കെ. ദെൻ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് പെർ ആനം, അതിൽ ഓരോന്നും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആണ് പെസിമിസ്റ്റിക്. അപ്പോൾ ഈ പെസിമിസ്റ്റിക് 4000 അത് പ്രൊജക്റ്റ് വൈയിൽ ഇല്ല കേട്ടോ. അതുപോലെ മോസ്റ്റ് ലൈക്കിലി 5000 ഓപ്റ്റിമിസ്റ്റിക് 6000 10,000. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് യു ആർ റിക്വയർഡ് ടു ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ഇൻ അറൈവിങ് അറ്റ് എ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കണക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഒന്നും കണ്ടിട്ട് നിങ്ങൾ എന്താണ് പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ എന്താണ് വളരെ സിമ്പിളായിട്ട് ഈ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. നോക്കൂ, സെൻസിറ്റിവിറ്റി അനാലിസിസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിസ്കൗണ്ട് ഫാക്ടർ എത്ര എന്നുള്ളത് കറക്റ്റ് കണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഡിസ്കൗണ്ട് ഫാക്ടറിൽ ഇവിടെ കണക്കാക്കേണ്ടത് ടേബിൾ 2 ആണ്. ടേബിൾ നമ്പർ 2 നോക്കിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ രണ്ടും ട്രഡീഷണൽ മെത്തേഡിലൊക്കെ യൂസ് ചെയ്തത് ടേബിൾ നമ്പർ 1 ആണ്. ഇവിടെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ 2 ആണ് എടുക്കേണ്ടത്. 10 വർഷത്തേക്കുള്ള എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്തെടുക്കണം, 10 ഇയേഴ്സിൽ അതിൻ്റെ 10% അത് ടേബിൾ നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ്. അതെത്രയാണ്? 6.145. അത് കോമൺ ഫിഗറാണ്. 1 2 3 4 എന്ന ഓരോ വർഷത്തിനും ഓരോന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് ഒന്നായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരൊറ്റ ഫിഗറാണ്. അത് മതി. ഓക്കെ. സോ ഇനി നമുക്ക് എന്താണ് ഓരോന്ന് ചെയ്യാം. ആദ്യം നമ്മൾ പ്രൊജക്റ്റ് എക്സിൻ്റെ നോക്കാം. അപ്പോൾ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് നമ്മൾ ആ 3 കണ്ടീഷൻസ് ഇതാണ്: പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, ഓപ്റ്റിമിസ്റ്റിക്. അതിൽ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് അതേപോലെ എടുത്ത് എഴുതി. ഡിസ്കൗണ്ട് ഫാക്ടർ ഇതേപോലെ 3 ഒരേപോലെയാണ്. അതുകൊണ്ട് വളരെ സിമ്പിളാണ്, ഒറ്റയടിക്ക് പരിപാടി കഴിയും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഈ ഒരു ക്യാഷ് ഇൻഫ്ലോസിനെ ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് പതിവ് പോലെ ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും 24,550, 30,725, 36,870 ഇങ്ങനെ കിട്ടും. ഇനി ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇനി NPV നമ്മൾ കാണണം. NPV എങ്ങനെയാണ് NPV കാണുന്നത്? ഈ NPV എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഈ പ്രസൻറ്റ് വാല്യൂ ഉണ്ടല്ലോ, ഈ പ്രസൻറ്റ് വാല്യൂ എന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഇതാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ എത്രയാണ്? 20,000. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ NPV എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. NPV എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുക? PV മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. അപ്പോൾ നോക്കിക്കേ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 ആണെങ്കിൽ നോക്കി 24,580 മൈനസ് 20,000, അപ്പോൾ 45,580. 30,725 മൈനസ് 20,000, 10,725. 36,870 മൈനസ് 20,000, അപ്പോൾ 16,870. ഓക്കെ. അപ്പോൾ ഇത് കണ്ട് അവിടെ വയ്ക്കുക. ഇനി രണ്ടാമത്തെ കൂടിയും നമ്മൾ ഇതേപോലെ കാണണം. അതിന് ശേഷം നമുക്ക് അനാലിസിസ് നടത്തേണ്ടത്. എന്നിട്ടാണ് എങ്ങനെ നമ്മളതിൻ്റെ വേരിയേഷൻസ് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് വൈ സമാനമായ രീതിയിൽ നമ്മൾ കാണിക്കുക. പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, ഓപ്റ്റിമിസ്റ്റിക്. ഇവിടെ 0 ആയിട്ടാണല്ലേ, 0 അവിടെ ഒന്നും തന്നിട്ടില്ല. അതുപോലെ എടുത്ത് എഴുതി. ഡിസ്കൗണ്ട് ഫാക്ടർ തന്നെ ഒരു മാറ്റമില്ല, ഈ പറഞ്ഞ ഇത് കോമൺ ആണ്, അതേപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ദെൻ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യുന്നു ഈ ഫിഗറിനെ ഇവിടെ. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അതേപോലെയാണ് ഹൈഫട്ടാതി. ഓക്കെ. ദെൻ 30,725, ദെൻ 61,450. ഇതൊക്കെ നമുക്ക് എന്താണ് ഗുണിച്ചപ്പോൾ കിട്ടി. ഓക്കെ. സോ നമ്മൾ എങ്ങനെ ഇവിടെ NPV കാണുക? ഇവിടെ നമ്മൾ PV മൈനസ് 20,000 എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ PV ഇവിടെ 0 ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ 0 മൈനസ് 20,000 എന്ന് പറഞ്ഞാൽ അവിടെ മൈനസ് 20,000 എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ ഇതുപോലെ തന്നെ 30,725 മൈനസ് 20,000, അപ്പോൾ 10,725. ദെൻ 61,450 മൈനസ് 20,000, 41,480. ഇനി എങ്ങനെയാണ് ഇതിലേതാണ് ബെറ്റർ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്? പ്രൊജക്റ്റ് X ആണോ Y ആണോ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇതിൻ്റെ ഒരു വേരിയേഷൻ നോക്കിയേ. ഇതാണല്ലോ നമ്മളെ റിട്ടേൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇവിടെ 4,580 കഴിഞ്ഞാൽ പിന്നെ 10,725, 16,870. ഇവിടെ തമ്മിൽ വേരിയേഷൻസ് കുറച്ച് കുറവാണ്.
എന്നാൽ ഇവിടെ നോക്കി, ഇവിടെ മൈനസ് ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ജമ്പ് ചെയ്തു 10,700, അതിനുശേഷം പെട്ടെന്ന് 41,450 അല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈ വേരിയേഷനാണ്. ഈ പറഞ്ഞിരിക്കുന്ന സാധനം എന്താണ്? ഇവിടെ ഹൈ വേരിയേഷനാണ്. അപ്പോൾ ഹൈ വേരിയേഷൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ വളരെ നല്ലൊരു സ്ഥിതിയല്ല. കാരണം അവിടെ വളരെ വലിയൊരു റിസ്ക് അവിടെ ഉണ്ട്. സോ വേരിയേഷൻസ് പൊതുവെ കുറവ് എവിടെയാണ്? നമ്മുടെ ഈ ഭാഗത്താണ്, പ്രൊജക്റ്റ് എക്സ് ആണ്. സോ സാധാരണഗതിയിൽ വേരിയേഷൻസ് കുറവുള്ള പ്രൊജക്റ്റ് റിസ്ക് കുറഞ്ഞ പ്രൊജക്റ്റായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ ദി വേരിയേഷൻ ഇൻ ദി NPV ഈസ് ഇവിടെ സ്മാളാണ് അല്ലേ? വെൻ കൺസിഡേർഡ് ടു വൈനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ സ്മാളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു? നമ്മൾ ഇത് റിസ്ക് കുറഞ്ഞ പ്രൊജക്റ്റാണ് എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് എടുക്കാം. അവർക്ക് റിസ്ക് കൂടുതൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊജക്റ്റ് വൈ എടുക്കാം. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? ഇവിടെ വേരിയേഷൻ കുറവുള്ളത് എക്സ് ആണ്, അതുകൊണ്ട് അത് റിസ്ക് കുറവാണ്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല, സപ്പോസ് നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് റിസ്ക് കൂടുതൽ എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റിൽ വളരെ വലിയ മാറ്റം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ഹൈ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്കും അതേപോലെ തന്നെ ചെറിയൊരു ഫാക്ടർ കൊണ്ട് വളരെ വലിയ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സജസ്റ്റ് ചെയ്യുക? നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ റിസ്ക് കുറവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് അതേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ എഴുതാൻ പറ്റും. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഫ്രം ദി എബോവ് ഡാറ്റ വി സീ ദാറ്റ് പ്രൊജക്റ്റ് എക്സ് ഈസ് ലെസ് റിസ്കി. എക്സ് ലെസ് റിസ്കിയാണ് ദാൻ പ്രൊജക്റ്റ് വൈ ബിക്കോസ് ദി വേരിയേഷൻ ഇൻ ദി NPV ഈസ് സ്മോൾ ഇൻ കേസ് ഓഫ് പ്രൊജക്റ്റ് എക്സിൻ്റെ കേസിൽ അത് ചെറുതാണ്. ഹവർ കണ്ടില്ലേ, നമ്മൾ പറഞ്ഞില്ലേ, എന്നിരുന്നാലും ദി ഫൈനൽ സെലക്ഷൻ ഓഫ് ദി പ്രൊജക്റ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി റിസ്ക് പ്രിഫറൻസ് ഓഫ് ദി മാനേജ്മെൻറ്റിൻ്റെ പ്രിഫറൻസ് ആണ് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോട്ടെ എന്നുള്ളതാണ്. ഇഫ് ദേ ആർ റെഡി ടു അണ്ടർടേക്ക് ഹൈ റിസ്ക് എടുക്കാൻ അവർ താല്പര്യമാണെങ്കിൽ വിത്ത് ഹയർ പ്രോഫിറ്റബിലിറ്റി, നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഫോർ പ്രൊജക്റ്റ് വൈ. അവർക്ക് എന്തിലേക്ക് പോകാൻ വേണമെങ്കിൽ പ്രൊജക്റ്റ് വൈയിലേക്ക് പോകാം. ഓക്കെ, ഇഫ് ദി മാനേജ്മെൻറ്റ് ഈസ് റെഡി ടു ഗോ വിത്ത് ലോ റിസ്ക് ആണ് അവർക്ക് എടുക്കാൻ താല്പര്യമെങ്കിൽ വിത്ത് ലോ റിട്ടേണുമാണ്, കുറഞ്ഞ റിട്ടേൺ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇറ്റ് വിൽ ഓപ്റ്റ് ഫോർ പ്രൊജക്റ്റ് എക്സ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇങ്ങനെയാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞ സംഭവത്തെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചെറിയ ഒരു വേരിയേഷൻ കൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റിയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക. അതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടേബിൾ 2 ഉപയോഗിക്കേണ്ടത്? ഇതാണ് ടേബിൾ 2 കേട്ടോ. അപ്പോൾ ടേബിൾ 2 ഉപയോഗിക്കേണ്ടത് ആ ക്വസ്റ്റ്യനിൽ സെൻസിറ്റിവിറ്റി അനാലിസിസിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമ്മൾ ഒരു പോയിന്റ് കണ്ടല്ലോ അല്ലേ? ആനുവൽ ക്യാഷ് ഫ്ലോസ് ഫ്രം ഈച്ച് ഓഫ് ദി പ്രോജക്റ്റ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് ₹5,000 ഇൻ ദി നെക്സ്റ്റ് 10 years ആണ്, അടുത്ത 10 വർഷത്തേക്ക് എന്നാണ്. അപ്പോൾ എങ്ങനെയത് എടുക്കേണ്ടത്? അത് 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ശ്രദ്ധിക്കുക, അടുത്ത 10 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ ഇയറിൽ ഇവിടെ 10 വർഷത്തേക്ക് ഈ 10 പിടിക്കണം കേട്ടോ, 10. ദെൻ അതിൽ 10% ഈ ഫാക്ടറി. അപ്പോൾ ഇതിൽ 10 വരുന്ന ഫിഗർ ഏതാ ഉണ്ടല്ലേ? ഇതിങ്ങോട്ട് പോയിട്ട് ഈ ഫിഗറിൽ വരുമ്പോൾ ഈ കോളത്തിൽ വരുമ്പോൾ 6.145. ക്ലിയർ? ഈ രീതിയിലാണ് ടേബിൾ 2 എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടേബിൾ 1ഉം 2ഉം സെപ്പറേറ്റ് ആണ്. അത് കണക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.